യുവതാരങ്ങളുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ പ്രശാന്ത് വീറിനെ ഋതുരാജ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ കാർത്തിക് ശർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും റൺസ് സ്കോർ ചെയ്യുന്നതിനപ്പുറം ഒരു കളി വിജയിക്കുന്ന രീതിയിലുള്ള ഇന്നിങ്സ് ഒന്നും ഈ സീസണിൽ വന്നിട്ടില്ല. പിന്നെ ചെന്നൈയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ലേലത്തിൽ തുടങ്ങുന്ന പ്രശ്നമാണ്. 14 കോടിക്ക് കാർത്തിക് ശർമ്മയെയും പ്രശാന്ത് വീറിനെയും എടുക്കുന്നു. അതിനപ്പുറം MSK പറഞ്ഞ പോലെ ഒരു പ്രീമിയം ബോളറുടെ ഒരു അഭാവം നന്നായിട്ട് ചെന്നൈ ബാധിച്ചൊരു സീസണായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു ജാമി അവിടെ ഉണ്ടായത് കൊണ്ട് ബാലൻസ് ചെയ്യപ്പെട്ടു പോയ ഒരു ബൗളിംഗ് നിരയായിരുന്നു ചെന്നൈയുടേത്. ജാമി പരിക്കേറ്റ് പുറത്താവുന്നതോട് കൂടിയിട്ട് കമ്പോജ് അവിടെ എക്സ്പോസ്ഡ് ആവുന്നതോട് കൂടിയിട്ടാണ് ചെന്നൈ ഈ വിധം തകർന്നതെന്ന് പറയാം. ചെന്നൈയുടെ കാര്യം പറയുകയാണെങ്കിൽ 2023 കിരീടം നേടിയ ഒരു ടീമാണ് ചെന്നൈ എന്ന് പറയുന്നത്. പിന്നീടുള്ള തുടർച്ചയായിട്ടുള്ള 3 സീസണിലും ലീഗ് സ്റ്റേജ് പോലും മറികടക്കാൻ ചെന്നൈക്ക് ആയിട്ടില്ല എന്ന് പറയാം. ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും മോശം പ്രകടനമാണ് ചെന്നൈ കാഴ്ചവെച്ചത്. അവിടെ മാച്ച് ഷോട്ട് എന്ന് പറയുന്ന ഒരു പ്ലെയറൊക്കെ വെച്ച് ഇറക്കി ഒരു 230 ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ അബദ്ധമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ചെന്നൈ അടുത്ത കാലത്തൊന്നും 200 ചേസ് ചെയ്ത് വളരെ അപൂർവമാണ്. എങ്കിലും സഞ്ജു ഒരു വലിയ ബിഗ് ഇന്നിങ്സ് കളിക്കുമെന്ന് വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വിജയത്തിലേക്കൊക്കെ എത്താമെന്ന് വിചാരിച്ചു. പക്ഷേ സിറാജിൻ്റെ പ്രകടനം വളരെ നിർണായകമായിരുന്നു. പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റുകളാണ് സിറാജ് എടുത്തത്. പിന്നെ ഉറുവിൽ എന്ന് പറഞ്ഞാൽ സഞ്ജുവും ഋതുരാജും വിക്കറ്റ് പോയ സമയത്താണ് ഉറുവിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഉറുവിൽ കളിക്കേണ്ട രീതി എന്ന് പറയുന്നത് പതിയെ കരുതലോടെ കളിച്ചു തുടങ്ങാമെന്നായിരുന്നു ഉറുവിൽ എടുക്കേണ്ട ഒരു സമീപനം. പക്ഷേ ഉറുവിൽ കളിക്കുന്ന ഫസ്റ്റ് ബോൾ തന്നെ MSK പറഞ്ഞ പോലെ അതേ സ്ലോഗർ ഹിറ്റിംഗ് ആണ് ഉറുവിൽ നടത്തുന്നത്. ശേഷം ദുബ മാത്രമാണ് ഒരു 17 പന്തിൽ 47 റൺസൊക്കെ നേടിയിട്ട് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സീസണിലെ 14ാമത്തെ മത്സരത്തിലാണ് ദുബെ തൻ്റെ ഒരു റോൾ നിർവഹിച്ചത് എന്നുള്ളതാണ്. മികച്ച പ്രകടനം പറയാൻ കഴിയില്ല. അതെ. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഈ ടീമിനെ കൊണ്ട് ചെന്നൈ അടുത്ത സീസൺ ഒരു പ്ലേ ഓഫ് കടക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് തോന്നുന്നു. കാരണം ബൗളിംഗ് നിരയിൽ കാര്യമായ മാറ്റങ്ങൾ വേണം. എനിക്ക് തോന്നുന്നു പ്രശാന്ത് വീറിനൊക്കെ റിലീസ് ചെയ്താൽ നന്നാവുമെന്ന് തോന്നുന്നു. കാർത്തിക് ശർമ്മയ്ക്ക് ഒരു പക്ഷേ 19 വയസ്സാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കിയിട്ട് അവിടെ നിലനിർത്തിയാലും പ്രശ്നമില്ല എന്ന് തോന്നുന്നു. പക്ഷേ പ്രശാന്ത് വീർ ഒരു നെക്സ്റ്റ് ജഡേജ എന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്ന ഒരു താരമാണ് പ്രശാന്ത് വീർ എന്ന് പറഞ്ഞത്. പക്ഷേ ബൗളിങ്ങിലും കോൺട്രിബ്യൂഷൻ ഇല്ല, ബാറ്റിങ്ങിലും കോൺട്രിബ്യൂഷൻ. ബോളിങ്ങിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ബോളിംഗ് കൊടുക്കണം ഒരു മത്സരത്തിൽ പോലും. കാരണം അദ്ദേഹം ആ ടീമിലുള്ളപ്പോൾ ഒരു മത്സരത്തിൽ പോലും ഇദ്ദേഹത്തെ യൂസ് ചെയ്യാനുള്ള ഒരു സൗമനസ്യം പിന്നെ ഗെയ്ക്വാദ് കാണിച്ചിട്ടില്ല.